എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം ഉയർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ലീന. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സഹോദരി മരിയ. ഇതെൻ്റെ മൂത്ത മകൻ എഡ്വിൻ. ഇത് രണ്ടാമത്തെ കുഞ്ഞ് ഇവാന. ഇത് ഇളയ മകൻ എയ്തൻ. എൻ്റെ ഇളയ മകന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇളയ മകന് 9 മാസമായപ്പോൾ അവന് പനി കൂടി പിരിച്ചു വരികയുണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പം കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. MRIയുടെ റിസൾട്ടിൽ കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ടെന്നും തലയിൽ സിസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ തലയുടെ ഒരുപാട് വലിപ്പമുള്ളത് കാരണം ഈ കുഞ്ഞ് സംസാരിക്കുകയോ നടക്കുകയോ ഒന്നും ചെയ്യുകയില്ല, ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി വിഷമിച്ച സമയമായിരുന്നു അത്. ഞങ്ങൾ ഓൺലൈനായി അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അതോടൊപ്പം തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി MRI എടുക്കണം, ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാനസികമായി ഒരുപാട് തളർന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസ്ചാർജ് ആയി തിരിച്ചു വന്ന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടാമത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പം ഇപ്പോൾ കുറവുണ്ട്, ആദ്യത്തേടത്തോളം വലിപ്പം ഇല്ല, കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം ഇപ്പോൾ നേരത്തെ പോലെ കൂടുന്നില്ല, ഇനി ഒരു MRIയുടെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് ടൈം ഫിറ്റ്സ് വന്നു കഴിയുമ്പോൾ കുഞ്ഞിന് 9 മാസമായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 5 വയസ്സാവാറായി. ഇതുവരെ കുഞ്ഞിന് പിന്നീട് ഫിറ്റ്സ് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല ഇവന് സംസാരിക്കുന്നതിനും നടക്കുന്നതിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. അമ്മ മാതാവ് വഴി എനിക്ക് നേടിത്തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ പപ്പ എനിക്ക് കുറച്ച് സ്ഥലം എൻ്റെ പേരിൽ എഴുതി തന്നു. അത് എഴുതി കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം പിഴതിരുത്ത് ആധാരം ഉണ്ടാക്കിയുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ അതിനു വേണ്ടി വയ്ക്കാൻ വേണ്ടി അപേക്ഷ ഒഴിച്ചു. അപ്പോൾ പറഞ്ഞു ആധാരത്തിൽ പിന്നീടും തെറ്റുണ്ടെന്ന്. അവർ പറഞ്ഞു 2 ദിവസത്തിനകം ആധാരത്തിൽ തെറ്റ് തിരുത്തി നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തിനകം പിഴതിരുത്ത് ആധാരം ഉണ്ടാക്കി കരമടിച്ച് പേപ്പർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവർ ഈ പറയുന്ന ഒരു ചൊവ്വാഴ്ചയാണ് ഞാൻ ഇവിടുത്തെ ആരാധന ഫോണിൻ്റെ അകത്ത് ഭയങ്കര ഒച്ചയിൽ വെച്ച് എൻ്റെ പപ്പയുടെ കൂടെയാണ് ഞാൻ പോകുന്നത് ആധാരം എഴുതാൻ. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞാൻ ആധാരം എഴുത്ത് ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ പോയി 2ാമത് ആധാരം ഉണ്ടാക്കി 2 ദിവസത്തിനകം എനിക്ക് കരമടിച്ച് പേപ്പർ പഞ്ചായത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ വഴിയായി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായി നൽകിയിട്ടുണ്ട്. ഇതിനോരോന്നിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനി എൻ്റെ അനിയത്തിയുടെ കൈ കൊടുക്കാം. എൻ്റെ പേര് മരിയ. ഞാൻ കലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ സൗദിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിമാർ എന്നോട് പറഞ്ഞു നീ എക്സാം എഴുതുന്നതിന് മുന്നേ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനും പപ്പയും കൂടെ കൃപാസനത്തിൽ വന്നപ്പോൾ അന്ന് വൈകിട്ട് ഒരു 4 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചില്ല. അന്നിവിടെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു എക്സാം ഞാൻ പാസ്സാകും, എനിക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എക്സാം ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനായിപ്പോയി എനിക്ക്. അതിനുശേഷം ചേച്ചി പറഞ്ഞു നീ വിഷമിക്കേണ്ട, നീ ഒന്നുകൂടെ എക്സാം എഴുതി നോക്ക്, നീ ഉടമ്പടി എടുത്തിട്ട് ഒന്നുകൂടെ എക്സാം എഴുതി നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ആദ്യത്തേടത്തോളം പോലും എനിക്ക് എക്സാം ഈസി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ എക്സാം എങ്ങനെ ഞാൻ പാസ്സാകും ദൈവമേ, പിന്നെ ആകെയുള്ളൊരു ബലം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അത് മാത്രമാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഈ എക്സാമിന് പാസ്സാവണമെങ്കിൽ അങ്ങ് വിചാരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസം ഒരു 12 മണിയൊക്കെ ആയി രാത്രി. ആ സമയത്ത് എനിക്ക് മെയിൽ വരികയാണ്. അപ്പോൾ എക്സാം പാസ്സായെന്ന് പറഞ്ഞ് മെയിൽ കണ്ടപ്പോൾ ഞാൻ കരയുവാണ്, വലിയ വായിൽ കിടന്ന് കരയുക രാത്രി. അപ്പോൾ ആണെങ്കിൽ പപ്പയും മമ്മിയൊക്കെ പേടിച്ചു പോയി. അവർ വന്നിട്ട് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നേ? അപ്പോൾ ഞാൻ എക്സാം പാസ്സായെന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കാനുള്ളൊരു ഇതുപോലും എനിക്കില്ല, ഞാൻ കരഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു നീ എന്തിനാണ് വിഷമിക്കുന്നേ, നീ എക്സാം പാസ്സായില്ലേ, ഒന്നുകൂടി നമുക്ക് എഴുതാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എക്സാം പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തൊട്ടടുത്ത് തന്നെ സൗദി MOH വന്നു. MOH പാസ്സായി. പിന്നെ മെഡിക്കൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ ആദ്യം പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ മെഡിക്കലും പാസ്സായി. അപ്പോൾ എല്ലാം റെഡിയായി അങ്ങനെ റെഡിയായി ഇരിക്കുന്ന സമയത്ത് പിന്നെ MOH ഹോൾഡായി. ഒരു 6 മാസക്കാലം അത് ഹോൾഡായിരിക്കുക. അപ്പോൾ പിന്നെ എനിക്കിനി മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നോർത്ത് ആകെ വിഷമമായി. പിന്നെ ഞാനിനി പഴയ സ്ഥിതിയിലേക്കായി പോവുകയാണോ അങ്ങനെയൊക്കെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും മാതാവ് എനിക്ക് ഒരു ധൈര്യം തന്നു. ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു നീ വിഷമിക്കേണ്ട, നീ ഖത്തർ പ്രോമെട്രിക് എക്സാം ഒന്ന് എഴുതി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ ഖത്തർ പ്രോമെട്രിക് എക്സാം എഴുതി.
1-ാം തീയതി ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു. 2-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം. ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചിട്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇതൊരു രീതിയിലും പാസ്സാവില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാനിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ടാണ് പോയത്. അപ്പം ഞാനിങ്ങനെ കാശ് രൂപ മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്തത്. എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ആയാലും ഉടമ്പടിത്തായാലും ഒക്കെ കയ്യിൽ പുരട്ടിയിട്ടാണ് ഞാൻ ഹാളിൽ കയറിയത്. അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. ഞാനൊരു എക്സാം ഫിനിഷ് ആവാൻ ഒരു അരമണിക്കൂർ മുന്നേ എക്സാം എഴുതി കഴിഞ്ഞു. ആ ടൈമിനുള്ളിൽ എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷേ എനിക്ക് സബ്മിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാണ്. കാരണം ഖത്തർ പ്രോമെട്രിക്കിന് അപ്പം തന്നെ റിസൾട്ട് വരും. അപ്പോൾ എനിക്ക് അറിയാവുന്നതായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. മാതാവ് ഇനി എന്നാ ചെയ്യുന്നത്, ഇനി മാതാവ് വിചാരിച്ചാലേ ഞാൻ പാസ്സാവത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഫിനിഷ് കൊടുത്തു. അങ്ങനെ എക്സാം പാസ്സായെന്ന് കാണിച്ചപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു മാതാവിന്. ഇപ്പോൾ 22-ാം തീയതി ഞാൻ ഖത്തറിന് പോകുവാണ്. ഇതുവരെ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഒക്കെ തളരാതെ പിടിച്ച് നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കരുണാലയത്തിൽ അവിടുത്തെ അമ്മച്ചിമാരെ കുളിപ്പിക്കാനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹായമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം നൽകിയ മാതാവിന് 1000 നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവെന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണം. നമ്മുടെ കാരുണ്യ പ്രവൃത്തിയിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പുരോഗമനത്തിലൂടെയും ഈശോ എന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ആവശ്യം. ഈശോ എല്ലാവരെയും സ്നേഹിക്കും എന്നുള്ളത് അവിടുത്തെ നീതിയാണ്. പക്ഷേ ഇഷ്ടപ്പെടുക എന്നുള്ളത് അവിടുത്തെ കാരുണ്യവും പ്രത്യേക താല്പര്യവുമാണെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലീനയും മരിയയും സഹോദരിമാരാണ്. നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ സഹോദരങ്ങൾ ഏകമനസ്സായി ജീവിക്കുന്നത് എത്ര സുന്ദരമാണ്. അത് അഹ്റോൻ്റെ താടിയിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സുഗന്ധദ്രവ്യം പോലെയാണെന്ന് സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് വലിയ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ലീനയുടെ മൂത്ത കുഞ്ഞിനെ 9 മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞിൻ്റെ തലയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്നും ആ സിസ്റ്റിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, അത് സർജറിയിലൂടെ മാത്രമേ ക്യൂർ ആവുകയുള്ളൂ എന്നുള്ള ഒരു വലിയ സങ്കടകരമായ വാർത്തയാണ് അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർക്ക് ലഭിച്ചത്. MRI എടുത്തപ്പോഴും അവർക്ക് ഇനി രക്ഷയൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും. അവിടെയാണ് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയിൽ നിന്ന് വലിയ സൗഖ്യം അവർക്ക് ലഭിച്ചത് എന്ന് ഈ മകളേറ്റു പറയുന്നു. പിന്നീട് ഒരിക്കലും ഈ മകന് യാതൊരു കോംപ്ലിക്കേഷനോ യാതൊരു അസ്വസ്ഥതയോ ഉണ്ടായിട്ടില്ല. ഇവന് ഇന്ന് 5 വയസ്സായി. അതുപോലെ തന്നെ മരിയ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഖത്തറിൽ പോകാനായി MOH വിത്ത്ഹെൽഡ് റിസൾട്ട് വന്നപ്പോൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇനി എന്ത്, എൻ്റെ ഭാവിയെ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നെല്ലാം സങ്കടപ്പെട്ടപ്പോഴാണ് വളരെ ശക്തമായി പ്രാർത്ഥിച്ച ഉടമ്പടി ആത്മാർത്ഥമായി മുന്നോട്ട് പോയപ്പോൾ ഖത്തർ പ്രോമെട്രിക്കിലൂടെ മകൾക്ക് ഇന്ന് ഖത്തറിലേക്ക് പോകാനുള്ള വലിയ സാധ്യതകൾ പരിശുദ്ധ അമ്മ തുറന്നു കൊടുത്തിരിക്കുന്നത്. തികച്ചും ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങളാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഒരു വലിയ വചനം നമുക്ക് ഏറ്റെടുക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തും. നമ്മുടെ ജീവിതത്തിന് സൗഖ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്
കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.